Okay. Bismillahirrahmanirrahim. Alhamdulillahi Rabbil Alamin. Wassalatu wassalamu ala asrafil mursalin wa ala alihi wa sahbihi ajma'in. Wa man tabi'ahum bi ihsanin ila yawmiddin. Nuridu lil islah mastata'tu wa ma tawfiqi illa billah. Alayhi tawakkaltu wa ilayhi unib. Rabbi shrah li sadri wa yassir li amri wa hlul 'uqdatan min lisani yafqahu qawli. നമുക്ക് സൂറത്തിലേക്ക് കടക്കാം. ഓക്കെ, ഇപ്പൊ നോക്കിക്കോളൂ. നമ്മൾ ആദ്യം ഒരു 9 ആയത്താണ് ഇന്ന് പഠിക്കുന്നത് കേട്ടാ. 9 ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅതിഹാ കാദിബ ഖാഫിളത്തുർ റാഫിഅ إذا رجت الأرض رجا وبست الجبال بسا فكانت هباء منبثا وكنتم أزواجا ثلاثة فأصحاب الميمنة ما أصحاب الميمنة وأصحاب المشأمة ما أصحاب المشأمة സദഖല്ലാഹുൽ അലിയുൽ അദീം. ഒന്നുകൂടെ നോക്കിക്കോളൂ. ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅതിഹാ കാദിബ ഖാഫിളത്തുർ റാഫിഅ ഇദാ റുജ്ജത്തിൽ അർളു റജ്ജൻ വബുസ്സത്തിൽ ജിബാലു ബസ്സൻ ഫകാനത് ഹബാഅൻ മുൻബസ്സാ وكنتم أزواجا ثلاثة فأصحاب الميمنة ما أصحاب الميمنة وأصحاب المشأمة ما أصحاب المشأمة صدق الله. ഇപ്പൊ സൂറത്തുൽ വാഖിയയുടെ പ്രത്യേകത നമ്മളിപ്പോ നോക്കൂ, ചെറിയ ചെറിയ ആയത്തുകളാണ്. ചെറിയ ആയത്തുകൾ. ഇദാ വഖഅത്തിൽ വാഖിയ ലൈസ ലിവഖഅതിഹാ കാദിബ ഖാഫിലത്ത്. ഇത് മക്കിയായ സൂറകളുടെ ഒരു മൊത്തത്തിലുള്ള ഒരു സവിശേഷതയാണ് ഈ ചെറിയ ആയത്തുകൾ. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ? നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? എന്തുകൊണ്ടായിരിക്കും ഈ ചെറിയ ചെറിയ ആയത്തുകളിലൂടെ മക്കിയായ സൂറത്തുകൾ അവതരിക്കാനുള്ള ഒരു പ്രത്യേക കാരണം? നമ്മൾ ആലോചിച്ച് നോക്കിയ ഈ ഭയങ്കരമായ വാണിംഗ് സൈനൊക്കെ അങ്ങനെയാണല്ലോ വരിക, അല്ലെ? ചെറിയ പെട്ടെന്ന് മനസ്സിൽ തറക്കുന്ന പദങ്ങള് ഒരുപാട് ദീർഘിപ്പിച്ച് ഒരായത്ത്. ഇപ്പോ സൂറത്തുൽ ബഖറയിലെ ഒരായത്ത് പോലെ ആയത്ത് ദൈനുണ്ടല്ലോ, ഒറ്റ പേജുള്ള ഒരായത്ത്. അങ്ങനത്തെ ഒരു ആയത്തിലൂടെ പെട്ടെന്ന് മനസ്സിൽ തറക്കേണ്ട കാര്യം പറയാൻ പറ്റൂല. ഇപ്പൊ സംഭാഷണത്തിനൊരു കമ്മ്യൂണിക്കേഷനൊരു ടെക്നിക്ക് ഉണ്ട്. പെട്ടെന്ന് മനസ്സിൽ തറക്കണമെങ്കിൽ ചെറിയ വാക്കുകളിൽ പറയണം, വളരെ സ്ട്രോങ് ആയിട്ട് സ്ട്രെസ് ചെയ്ത് പറയണ്ടേ? ഇവിടെ ശരിക്കും അതാണ്. ഇദാ വഖഅത്തിൽ വാഖിഅ. വാഖിഅ എന്ന് പറഞ്ഞാൽ എന്താ? വഖഅ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സംഭവിക്കുക എന്നാണ് അർത്ഥം. വഖഅ സംഭവിക്കുക. ഇദാ വഖഅത്തിൽ വാഖിഅ, ആ സംഭവിക്കാനുള്ളത് സംഭവിക്കുമ്പോൾ. നോക്കൂ, അതിന്റെ ആ പ്രയോഗത്തിന്റെ ഒരു ശൈലി നോക്കൂ. സംഭവിക്കാനുള്ളത് സംഭവിക്കുമ്പോൾ. വഖഅത്തിൽ വാഖിഅ. ഇദാ വഖഅത്തിൽ വാഖിഅ, സംഭവിക്കാനുള്ളത് സംഭവിക്കുമ്പോൾ. എന്തിനെ കുറിച്ചായിരിക്കും ആ പറയുന്നത്? എന്തിനെ കുറിച്ചായിരിക്കും? അന്ത്യനാളിനെ കുറിച്ച്, ഖിയാമത്ത് നാളിനെ കുറിച്ചാണ് പറയുന്നത്. അത് അനിവാര്യമായും സംഭവിക്കാൻ പോകുന്ന ഒരു സംഗതിയാണത്. അപ്പൊ അത് സംഭവിക്കാനുള്ളത് സംഭവിക്കുമ്പോൾ. ചെറിയൊരു വാക്കില്ല, അതിന്റെ ഉത്തരം പറഞ്ഞിട്ടില്ല. ഉത്തരം പറയാത്ത ചില കാര്യങ്ങള് ഒരു ഹാഫ് ടോണിൽ അള്ളാഹു നിർത്തി പറയുന്ന ഇത്തരം സംഗതികൾ ശ്രദ്ധ ക്ഷണിക്കാനും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ഭീതി ജനിപ്പിക്കുന്നത്, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ പേടി ജനിപ്പിക്കുന്നത്. പക്ഷെ ആ പേടി എന്തിനു വേണ്ടിയിട്ടാണ്? സത്യം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് പേടി ജനിപ്പിക്കാനാണ്. ഇദാ വഖഅത്തിൽ വാഖിഅ, സംഭവിക്കാനുള്ളത് സംഭവിക്കുമ്പോൾ. ലൈസ ലിവഖഅതിഹാ കാദിബ. ലൈസ എന്താർത്ഥം? ഇല്ല. ലിവഖഅതിഹാ കാദിബ, അത് സംഭവിക്കുന്നതിനെ തള്ളിപ്പറയുന്നവരാരും ഉണ്ടാവില്ല. ഖദീബ് എന്നർത്ഥം കളവ്. കള്ളമാക്കുക, അതിനെ കളവാക്കുക, തള്ളിപ്പറയാ.
അതിനെ കളവാക്കുന്നവരായിട്ട് ആരും ഉണ്ടാവൂല. രണ്ടർത്ഥത്തിലാകാം. ഒന്ന്, ഈ പറഞ്ഞ സംഭവത്തെ കളവാക്കുക എന്ന് പറയുന്നത് ഒരർത്ഥത്തിലും എന്തല്ല, ആരെങ്കിലും കള്ളമാക്കിയത് കൊണ്ട് അത് കള്ളമാവുകയില്ല, അല്ലെങ്കിൽ സംഭവിക്കാതിരിക്കുകയില്ല. അപ്പൊ അന്ത്യനാൾ സംഭവിക്കുമ്പോ പിന്നെ അതിനെ തള്ളി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നർത്ഥം. മനസ്സിലായോ? ഒന്നത്. രണ്ടാമത്തത്, അത് സംഭവിക്കുമ്പോൾ അതിനെ തടുക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? ഒരർത്ഥത്തിൽ ആർക്കും അതിനെ തടുക്കാൻ പറ്റാത്ത അത് ശരിക്കും കൺമുന്നിൽ കാണുകയാണല്ലോ. അന്ന് എല്ലാവരും അതിൽ വിശ്വസിച്ചിരിക്കും, അല്ലെ? ഇപ്പൊ അവിശ്വസിക്കുന്ന ആളുകളൊക്കെ അതിൽ വിശ്വസിച്ചിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ സൂറത്ത് അവതരിച്ച പശ്ചാത്തലം എന്ന് പറയുന്നത് അന്ത്യനാളിനെ തള്ളിക്കളയുന്ന ഒരു ശക്തമായ ഒരു വിഭാഗം അതിനെക്കുറിച്ച് ഇടക്കിടക്ക് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സൂറത്തുൽ വാഖിഅ അവതരിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്കുള്ളൊരു മറുപടിയാണ് അത്. വാസ്തവത്തിൽ അത് സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കും അതിനെ തള്ളി പറയുക സാധ്യമേ അല്ല. ഇതാണ് പറയുന്നത്. ഖാഫിളത്തുർ റാഫിഅ, അത് ഖാഫിളത്തുൽ, ഖഫല എന്ന് പറഞ്ഞാൽ താഴ്ത്തുക എന്നർത്ഥം. റഫഅ എന്ന് പറഞ്ഞാൽ ഉയർത്തുക. ഖഫല എന്ന് പറഞ്ഞാല് താഴ്ത്തുക, റഫഅ എന്ന് പറഞ്ഞാല് അതിന്റെ ഓപ്പോസിറ്റ് ഉയർത്തുക. ചിലരെ അത് താഴ്ത്തും, ചിലരെ അത് ഉയർത്തും എന്ന അർത്ഥത്തിൽ പറയാം ഒരർത്ഥം. അതായത് ചില മനുഷ്യരെ അന്ന് അള്ളാഹു അവരുടെ പദവിയിൽ ഉയർത്തും, മറ്റു ചില മനുഷ്യരെ അവരുടെ പദവിയിൽ താഴ്ത്തും. ഒന്ന് അതൊരർത്ഥം. രണ്ട്, ഈ പ്രപഞ്ചം മുഴുവൻ തകിടം മറിയുന്നർത്ഥം. മുകളിലുള്ളതൊക്കെ താഴെ വരും, താഴെയുള്ളതൊക്കെ മുകളിൽ പോവും, അല്ലെ? ഇത് സമാഉൻ ഷഖത്ത്, നമ്മള് സൂറത്ത് റഹ്മാനിൽ തന്നെ പറഞ്ഞിട്ടില്ല, വൈദൻ ഷഖത്തി സമാ ഫകാനത് വർദതൻ കദ്ദിഹാൻ എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോ ഈ പ്രപഞ്ചം തന്നെ തകിടം മറിയുന്ന ഒരവസ്ഥ അന്നുണ്ടാവും. ഒന്നത്. രണ്ടാമത്, ചില ആളുകളെ അല്ലാഹു അവരുടെ പദവികളിൽ ഉയർത്തും. കാരണം അന്ന് വരെ ഏറ്റവും താഴ്ന്ന പദവിയിൽ കിടന്നവരായിരിക്കും ഒരു പക്ഷേ സത്യവിശ്വാസികൾ, അല്ലെ? അവർ ജയിലിലായിരിക്കും, അവർക്ക് പ്രയാസങ്ങളുണ്ടാവും, ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷെ ഈ അന്ത്യനാൾ സംഭവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ വിശ്വാസികൾക്ക് എന്താ സംഭവിക്കുക? അവർ ഉയർന്നു പോകും, അവരുടെ പദവി അല്ലാഹു സുബ്ഹാനഹു വതആല നന്നായിട്ട് ഉയർത്തും. ഈ രണ്ടർത്ഥത്തിലും അതാവാം കേട്ടാ. ഒന്ന്, പ്രപഞ്ച സംവിധാനം തന്നെ താഴെയുള്ളത് മുകളിൽ വരും, മുകളിലുള്ളത് താഴെ വരും എന്നാകാം. രണ്ടാമത്തത്, ആളുകളുടെ പദവികളിലും ഉയർച്ച താഴ്ചകൾ അന്നുണ്ടാകാം. ഹാഫിലത്തും ഇതാ റുജ്ജത്തിൽ അർളു റജ്ജ, അന്ന് സംഭവിക്കുന്ന എന്താ? റുജ്ജ. റുജ്ജ എന്ന് പറഞ്ഞാൽ വിറപ്പിക്കപ്പെടുക. അൽ അർളു റജ്ജാൻ, അതിഭയങ്കരമായ വിറപ്പിക്കൽ. റുജ്ജനെ കുറിച്ച് ഒരു അറബിയിൽ പറഞ്ഞാൽ അൽ ഹറക്കത്തു ഷദീദ യുസ്മഉ ലഹാ സൗത്തുൻ എന്നാണ് അർത്ഥം. അൽ ഹറക്കത്തു ഷദീദ, അതിശക്തമായ ഒരു മൂവ്മെന്റ്. യുസ്മഉ ലഹാ സൗത്തുൻ, അതിലൊരു ശബ്ദം ഉണ്ടാവും. ശബ്ദം കേൾപ്പിക്കുന്ന രൂപത്തിൽ അതിശക്തമായിട്ടുള്ള ഒരു ചലനം, അതിനാണ് എന്ത് പറയാ? റുജ്ജ എന്ന് പറയാം. റജ്ജത്ത് എന്നാണ് അതിന്റെ ശരിക്കുള്ള വെർബ്. അതിന്റെ പാസീവ് വോയിസ് ആണ് എന്ത്? റുജ്ജത്ത് കേട്ടാ. അപ്പോ ഭൂമി അതിഭയങ്കരമായ ശബ്ദത്തോടുകൂടി ഇങ്ങനെ വിറപ്പിക്കപ്പെടും. ഇപ്പോഴത്തെ ഭൂകമ്പങ്ങൾ, എർത്തുകൈക്ക് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാ? 3 സെക്കൻഡ്, 4 സെക്കൻഡ്, 5 സെക്കൻഡ്, പരമാവധി 10 സെക്കൻഡൊക്കെയാണ് നിൽക്കുള്ളൂ. പക്ഷെ അപ്പോഴൊക്കെ എന്താ സംഭവിക്കുക? ഒരുപാട് കെട്ടിടങ്ങളും തകർന്നു വീഴതിൽ മനുഷ്യരും ഒക്കെ നശിച്ചു പോകും. പക്ഷെ അന്ന് അന്ത്യനാള് സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഭൂമി ഇങ്ങനെ മണിക്കൂറുകളോളം ഭയങ്കരമായ ശബ്ദത്തോടുകൂടി ഭൂമി വിറപ്പിക്കപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാകുക. അതിനെക്കുറിച്ചാണ് റുജ്ജത്തിൽ അർളു റജ്ജൻ എന്ന് പറയുന്നത് കേട്ടാ. ബുസ്സത്തിൽ ജിബാലു ബസ്സൻ, ബുസ്സ എന്ന് പറഞ്ഞാല് തരിപ്പണമാക്കപ്പെടുക. അൽ ജിബാൽ, ജിബാൽ എന്ന് പറഞ്ഞാലോ പർവ്വതങ്ങള്, മലകള്. അതിന്റെ ഏകവചനം എന്താ? മുഫ്രദ് ജബല് കേട്ടല്ല? ജബലുൻ നൂറ് അല്ലെ? ജബല് കേട്ടല്ല? ജബലുർ റഹ്മ. നമ്മൾ അറഫയിൽ പോകുമ്പോ നിൽക്കുന്ന പർവ്വതത്തിന്റെ ചെറിയ കുന്നിന്റെ പേര് ജബലുർ റഹ്മ എന്നാണ്. അതിന്റെ ബഹുവചനമാണ് എന്ത്? ജിബാല്. ഇത് തന്നെ വേറെ സ്ഥലത്ത് വന്നിട്ടുണ്ട്. ഒരു സ്ഥലം പറയാമോ ഈ ജിബാല് വന്നത്? വേറെ സൂറത്തില്
ചെറിയൊരു സൂറത്തില് അൽ ഖാരിയയിൽ വന്നിട്ടുണ്ട് അല്ലെ? അൽ ഖാരിയ അവിടെ അത് അൽ ഖാരിയത്തു മൽ ഖാരിയ വമാ അദ്റാക മൽ ഖാരിയ യൗമ യകൂനുൻ നാസു കൽ ഫറാശിൽ മബ്സൂസ് വതകൂനുൽ ജിബാലു കൽ ഇഹ്നിൽ മംഫൂഷ് അല്ലെ? കടഞ്ഞെടുത്ത രോമം പോലെ പർവ്വതങ്ങളായിത്തീരും. അത് തന്നെയാണ് ഇവിടുത്തെ മീനിങ്. ബുസ്സത്തിൽ ജിബാൽ, പർവ്വതങ്ങള് തരിപ്പണമാക്കപ്പെടും. ബസ്സൻ, ഭയങ്കരമായ തരിപ്പണമാക്കപ്പെടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ വളരെ സ്ട്രോങ് ആയിട്ട് നിലകൊള്ളുന്ന പർവ്വതങ്ങളൊക്കെ ഇടിച്ചു പൊടിച്ച് എങ്ങനെ ആയിത്തീരുന്ന പറയുന്നത്. അപ്പൊ ഫഖാനത്ത് ഹബാഅൻ മുംബസ്സ, ഫഖാനത്ത് അങ്ങനെ ആ പർവ്വതങ്ങൾ ആയിത്തീരും. ഹബാഅൻ പൊടിയില്, അതായത് പൊടിപടലം. നമ്മള് വീട്ടില് അരിപ്പൊടിയല്ല ഉദ്ദേശിക്കണം, മറിച്ച് പൊടിപടലം നമ്മൾ പറയുമല്ലോ, മണ്ണിന്റെ പൊടി. മുംബസ്സൻ എന്ന് പറഞ്ഞാല് ചിതറിയ. ധൂമകേതുക്കൾ എന്ന് പറഞ്ഞാൽ അതൊരു വേറെ സംഗതിയാണ്. ധൂമം എന്ന് പറയാം പൊടിക്ക്. ധൂമപടലം എന്ന് പറയുന്നത്. ധൂമകേതു എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ കോമറ്റാണ്, മറ്റേ വാൽനക്ഷത്രത്തിന് പറയുന്ന പേരാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് പൊടി. അതായത് നമ്മള് ഒരു ലോറിയില് കരിങ്കല്ല് കൊണ്ടുവന്ന് ഇറക്കുമ്പോ അല്ലെങ്കിൽ മണ്ണ് കൊണ്ടുവന്ന് തട്ടുമ്പോ ഒരു പൊടി ഉണ്ടാവുമല്ലോ അല്ലെ? ആ പൊടിപടലം പോലെ പർവ്വതങ്ങള് ഇടിച്ചു നിരപ്പാക്കിയാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ ക്വാറിന്ന് ഉയരുന്ന പൊടിപടലം പോലെ മൊത്തം പർവ്വതങ്ങളായിത്തീരുന്ന ഒരവസ്ഥ. മുംബസ്സ കേട്ടാ. അതാണ് സംഭവം. അതാണ് ഇപ്പൊ ബുസ്സത്തിൽ ജിബാൽ. ബുസ്സ എന്ന് പറഞ്ഞാല് ശരിക്കും അതിന്റെ അർത്ഥം അറബിയില് ഖുലിഅത് മിൻ അസ്ലിഹ എന്നാണ്. ബുസ്സ ശരിക്കും അതിന്റെ റൂട്ടിൽ നിന്ന് പറിച്ചെറിയപ്പെടുന്നതാണ് അതിന്റെ അർത്ഥം. ഖുലിഅത് മിൻ അസ്ലിഹ ഫദഹബത്. അങ്ങനെ അത് വേറെ സ്ഥലത്ത് അള്ളാഹു പറഞ്ഞത് യൻസിഫുഹ റബ്ബി നസ്ഫ. ഈ പർവ്വതങ്ങൾ അള്ളാഹു ഇങ്ങനെ ഒരു പറത്തലങ്ങോട് പറത്തും. നമ്മൾ പട്ടം പറത്തുന്നത് പോലെ ഈ പർവ്വതങ്ങൾ അള്ളാഹു പറത്തിക്കളയും എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, യഖ്റുജു ഖൗമുൻ മിനൽ മദീനത്തി ഇലൽ യമൻ വശാം വൽ ഇറാഖ് യബുസ്സൂന വൽ മദീനത്തു ഖൈറുൽ ലഹും. അതായത് ഈ പർവ്വതങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ അതിന്റെ പറത്തു എന്ന് പറഞ്ഞല്ലോ. ഒരു ഹദീസിൽ ഈ പദം വന്നിരിക്കുന്നത് ചില ആളുകൾ യമൻ ഷാം എന്നൊക്കെ പുറപ്പെട്ട് അവര് മദീനയിലേക്ക് വരുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോ ആ യമനെ മദീനനെ അവർ ഉപേക്ഷിക്കുന്നു എന്ന അർത്ഥത്തിൽ യബുസ്സൂന എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ. ഈ പർവ്വതങ്ങളെ അള്ളാഹു ആർക്കും വേണ്ടാത്ത തരത്തിൽ, ഒരിക്കലും പിന്നീട് ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിൽ ഇതിനെ പൊടിപടലങ്ങളാക്കി പറത്തി കളയും എന്നർത്ഥം. ഇത് വേറെ സ്ഥലത്ത് മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ ആ പ്രവർത്തനങ്ങൾ ഹബാ മുംബസ അല്ലെ, അത് പൊടിപടലമായി തീരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഹദീസിൽ കാണാം, ചില ആളുകളുണ്ട് അവര് പരസ്യമായിട്ട് ഇരിക്കുമ്പോൾ അള്ളാഹുവിനനുസരിക്കും, പക്ഷെ രഹസ്യമായിട്ട് അവർ അള്ളാഹുവിന്റെ മഹാരിമുമായിട്ട് ഹറാമാക്കപ്പെട്ട ഒരു സംഗതി രഹസ്യമായി ചെയ്യും. അത് അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞ അവരുടെ പ്രവർത്തനങ്ങൾ ഹബാ മുംബസ, ഇതുപോലത്തെ പൊടിപടലങ്ങൾ പോലെ പറന്നു പോകുന്നതാണ്. മറ്റ് സൽക്കർമ്മങ്ങളും പറന്നു പോകും. നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു സംഗതിയാണത്. നമ്മൾ പരസ്യമായിട്ട് അള്ളാഹുവിനെ അനുസരിക്കുന്നു, പക്ഷെ രഹസ്യമായിട്ട് തെറ്റ് ചെയ്താൽ എന്താ സംഭവിക്കുക? നമ്മുടെ മറ്റ് പ്രവർത്തനങ്ങൾ, സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന നമസ്കാരം, നോമ്പ്, ഖുർആൻ പാരായണം, സൽക്കർമ്മങ്ങൾ, സദഖകൾ, ഇതൊക്കെ അള്ളാഹു പൊടിപടലങ്ങൾ പരത്തുന്നത് പോലെ പരത്തിക്കളയും എന്നർത്ഥം കേട്ടോ. വഖദിംനാ ഇലാ മാ അമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ. അവർ ഒരുപാട് പ്രവർത്തനങ്ങളായിട്ട് അള്ളാഹിന്റെ അടുത്ത് വന്നിട്ടുണ്ടാവും, പക്ഷെ ആ പ്രവർത്തനങ്ങൾ വിശ്വാസമില്ലാത്ത ആളുകളുടെ പ്രവർത്തനങ്ങളാണെങ്കിൽ ആ പ്രവർത്തനങ്ങൾ ഹബാഅൻ മൻസൂറ, ഇങ്ങനെ പരത്തപ്പെട്ട പൊടി പോലെ ആക്കിക്കളയും അള്ളാഹു എന്ന്. അപ്പൊ അതൊക്കെ ഖുർആനിൽ ഇത് സംബന്ധമായിട്ട് വന്ന ആയത്തുകളുടെ ഒരു ഉദാഹരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് പർവ്വതങ്ങൾ ബുസ്സത്തിൽ ജിബാലു ബസ്സൻ ഫകാനത് ഹബാഅൻ മുംബസ്സ, പർവ്വതങ്ങൾ പൊടിച്ച് തരിപ്പണമാക്കും, അത് ചിതറിയ പൊടിപടലങ്ങൾ പോലെ പരന്നു പോകും. ഓക്കെ, അത്രയും എന്തിനെ കുറിച്ചാണ്? അന്ത്യനാളിനെ കുറിച്ചാണ്. ഇനി ഈ അന്ത്യനാളിൽ സംഭവിക്കുന്ന മറ്റൊരു സംഗതിയെ കുറിച്ചാണ് പറയുന്നത്. വകുന്തും അസ്വാജൻ സലാസ, നിങ്ങൾ അന്നായിത്തീരും അസ്വാജൻ സലാസ, 3 വിഭാഗമായി തീരും.
സൗജ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന വിഭാഗം എന്ന അർത്ഥത്തിലാണ്. നമ്മൾ സാധാരണ സൗജ് ഇണ എന്ന അർത്ഥത്തിൽ പറയാറുണ്ട് അല്ലെ. ശരിക്ക് അതിന്റെ ഭാഷാർത്ഥം സൗജ് എന്നതിന്റെ ഭാഷാർത്ഥം കൂട്ടം എന്നാണ്. കൂട്ടം കേട്ടോ, കൂട്ടം. അപ്പോ ഈ മനുഷ്യര് 3 കൂട്ടങ്ങളായിട്ട് തീരും എന്നർത്ഥം. ജുവാജൻ സലാസ. ഇണ എന്ന് പറയുമ്പോഴും ശരിക്കൊരു 2 പേര് ചേർന്ന് ഒന്നാവുകയാണല്ലോ. അവിടെ ഒരു 2 പേരും കൂടി ഒരു കൂട്ടമാവുകയാണല്ലോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ സൗജ് എന്ന് ആ പദം ഭാര്യാഭർത്താക്കന്മാർക്ക് ഇണകൾക്ക് പറയാൻ കാരണം. അതായത് കൂട്ടം എന്ന അർത്ഥത്തിൽ ഒരാള് വേറൊരാളുമായി ചേരുന്നു എന്ന അർത്ഥത്തിലാണ് പറഞ്ഞത്. ചേരുക എന്ന ശരിക്കും ആ പദത്തിന്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ സുവാജ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് ചേരുന്നു, ഒരുപാട് പേര് ഒന്നിച്ചു ചേരുന്നു. സൗജ് എന്ന അർത്ഥത്തിൽ ഭാര്യ ഭർത്താക്കന്മാരെ എങ്ങനെ എങ്ങനെ അല്ല അത് വേറെ പദമാണ്. ഞാൻ പറയുന്നത് ആ പദത്തിന്റെ അസലാണ് ഞാൻ പറയുന്നത്. സൗവജ എന്ന് പറഞ്ഞാൽ ഒന്ന് മറ്റൊന്നിനോട് ചേർക്കുക. മനസ്സിലായോ? ഒന്ന് മറ്റൊന്നിനോട് ചേർക്കുകയാണ് സൗവജ എന്ന പദത്തിന്റെ ശരിക്കുള്ള അർത്ഥം, ഭാഷാർത്ഥം. അതിൽ നിന്നാണ് സൗജ് വന്നത്. അപ്പൊ ഭാര്യയും ഭർത്താവും ചേരുന്നു എന്ന അർത്ഥത്തിൽ സൗജ്. ഭാര്യയ്ക്കും പറയും ഭർത്താവിനും പറയും സൗജ് എന്ന് കേട്ടാ. ഇണ എന്നാണ് ഭാര്യ ഭർത്താവ് എന്നുള്ള മലയാള പദമാണ്. പക്ഷെ ഇവിടെ അർത്ഥം ഒരുപാട് പേര് ചേരുന്നു, ഒന്നിച്ചു ചേരുന്നു. അതിൽ നിന്നാണ് സൗജിന് നമ്മൾ കൂട്ടം എന്ന അർത്ഥം പറയുന്നത് കേട്ടാ. അപ്പൊ കുന്തും അസുവാജൻ സലാസ ഇങ്ങനെ അല്ലല്ല, അങ്ങനെയല്ല. ഒരുപാട് ആളുകൾ എന്ന അർത്ഥത്തിലാണ്, വ്യക്തികൾ, ഒരുപാട് മനുഷ്യര്. ഇണകൾ മാത്രമല്ല, മനുഷ്യരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് കേട്ടാ. കുന്തും അസുവാജൻ സലാസ, നിങ്ങൾ 3 വിഭാഗങ്ങളായിട്ട് മാറും. ആദ്യത്തെ വിഭാഗമാരാണ് അസ്ഹാബുൽ മൈമന, അവര് വലതുപക്ഷക്കാരാണ്. വലതുപക്ഷം മൈമന യമീൻ അല്ല, യമീൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ യമീൻ വലത്തേ കൈ അല്ലെങ്കിൽ വലതുവശം, നമ്മുടെ റൈറ്റ് സൈഡ് എന്നുള്ള അർത്ഥത്തിൽ യമീൻ പറയും. പിന്നെ വേറൊരു പദമുണ്ട് യുംന്. യുംന് എന്ന് പറഞ്ഞാല് നല്ല ലക്ഷണം, ശുഭലക്ഷണത്തിന് പറയും. അറബികള് പണ്ട് ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഒരു ശുഭലക്ഷണം. നമ്മൾ പറയാറില്ല ശുഭലക്ഷണം. ഒരാളെ രാവിലെ തന്നെ കാണുമ്പോൾ അതിൽ അന്ധവിശ്വാസങ്ങളുണ്ട്. അയാളെ കണ്ടാൽ അത് നല്ല ലക്ഷണമാണ്. പിന്നെ പണ്ട് ചെറുപ്പത്തിലൊക്കെ നമ്മൾ ചില ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ പറയും ഇന്നത് കരയുന്നുണ്ടോ എങ്കിൽ നല്ല ലക്ഷണമാണെന്ന് പറയും അല്ലെ. യുംന് അതിന് പറയാൻ പേരാണ് എന്ത്? യുംന്. അതങ്ങനെ ഉണ്ടോന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല കേട്ടാ. അങ്ങനെ ഒരു ലക്ഷണവും ഇല്ല. പടച്ചോൻ വിചാരിച്ചേ വരുള്ളൂ. കറുത്ത പൂച്ച വട്ടം ചാടിയാല് പിന്നെ പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന് പറയും പണ്ട് അല്ലെ. വിരുന്നുകാർ വരുന്നുണ്ട്. പിന്നെ വേറെന്തൊക്കെ കരഞ്ഞാല് വീട്ടിൽ നല്ല സമ്പത്ത് ഉണ്ടാവും എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോ അതിന് ഈ നല്ല ലക്ഷണത്തിന് അറബിയിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് യുംന്. അത് തന്നെയാണ് വലത്, യമീൻ. കാരണം വലത് എപ്പോഴും ഒരു നല്ല കാര്യമാണല്ലോ. ഒരു സംഗതി ചെയ്യുമ്പോൾ വലത്തെ കൈ കൊണ്ട് കൊടുക്കുക അല്ലെ, വലത്തെ കാല് വെച്ച് ഇറങ്ങുക. വീട്ടിൽ നിന്ന് നല്ലൊരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ വലത്തെ കാല് വെച്ച് ഇറങ്ങണം എന്നൊക്കെ പറയാറുണ്ട്. ചിലതൊക്കെ അത് ഇസ്ലാമും അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ പള്ളിയിൽ കയറുമ്പോ വലത്തെ കാല് വെച്ച് കയറണം അല്ലെ, ബാത്റൂമിലാണ് കയറണമെങ്കിൽ ഇടത്തെ കാല് വെച്ച് കയറണം. അപ്പൊ അത് അത്തരം ചില സംഗതികള് വലത്തെ കൈ കൊണ്ട് കഴിക്കണം. അതിലൊരു ആരോഗ്യപരമായ വിഷയമുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പൊ വലത്തേത് എപ്പോഴും നല്ലതിന് വേണ്ടിയിട്ട്, നല്ല ലക്ഷണത്തിന് വേണ്ടി പറയുന്ന ഒരു സംഗതിയാണ്. ഇവിടെ അത് ചെയ്യാം, അത് കുഴപ്പമില്ല, അത് ചെയ്യാം, കുഴപ്പമില്ല കേട്ടാ. വലത്തെ കൈ ഇല്ലാത്ത ആളുകൾ എന്ത് ചെയ്യും? അവരിടത്തെ കൈ കൊണ്ട് ചെയ്യാം. സുഖമില്ലാതായതുകൊണ്ട് അങ്ങനെ ചെയ്യാം, കുഴപ്പമില്ല. നിർബന്ധിതമായ സാഹചര്യത്തില് അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടാ. ഓരോരുത്തരുടെ സാഹചര്യം അനുസരിച്ചാണത്. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞു വന്നതല്ല. ഇവിടെ അസ്ഹാബുൽ മൈമന, ഈ വലതുപക്ഷക്കാർ എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം അവര് ഒരു നല്ല സൗഭാഗ്യത്തിന്റെ ആളുകളാണ്. അപ്പൊ ഒന്നാമത്തെ വിഭാഗത്തെക്കുറിച്ച് സൂറത്തുൽ വാഖയിൽ പരിചയപ്പെടുത്തുന്നത് ആരാണ്? അവര് വലതുപക്ഷക്കാർ. അവരെ കുറിച്ച് ഇതുവരെ അവരുടെ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ല. ഒറ്റ ചോദ്യമാണ് അള്ളാഹു ചോദിക്കുന്നത്, മാ അസ്ഹാബുൽ മൈമന, ആരാണ് ആ വലതുപക്ഷക്കാര്, അല്ലെങ്കിൽ എന്താണ് അവരുടെ പ്രത്യേകത പറയാൻ പോണുള്ളൂ. ഇപ്പൊ ഒരു ഉദ്വേഗം ജനിപ്പിക്കണം അള്ളാഹു. ഫസ്ഹാബുൽ മൈമനത്തി മാ അസ്ഹാബുൽ മൈമന, വലതുപക്ഷക്കാർ. മാ അസ്ഹാബുൽ മൈമന,
അവരാരാണ്, അവരുടെ സൗഭാഗ്യത്തെക്കുറിച്ച് എന്താണ് പറയേണ്ടത്? ഇപ്പൊ എന്തോ സൗഭാഗ്യം വരാൻ പോകുന്നുണ്ട് അവരെക്കുറിച്ച് എന്തോ അനുഗ്രഹങ്ങളുടെ കാര്യങ്ങൾ അള്ളാഹു വിവരിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ അതിലൊരു താല്പര്യം ജനിപ്പിക്കണം. ഇനി അസ്ഹാബുൽ മഷ്അമതി, മഷ്അമത്ത് എന്നുള്ള പദം ഷുഉമ് എന്നാണ്. ഷുഉമ് അതിന്റെ ഒറിജിനൽ. ഷുഉമിന്റെ അർത്ഥം എന്താ? ദുശകുനം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ദുശകുനം. ദുശകുനം എന്ന് പറഞ്ഞ ഒരു സംഗതി അങ്ങനെ ഇല്ല, അല്ല? ഉണ്ടോ? ഇസ്ലാമിലുണ്ടോ? കറുത്ത പൂച്ച വട്ടം ചാടിയാ പിന്നെ പോവാൻ പറ്റുമോ നമുക്ക്? പൂച്ച എന്ത് പഴിച്ചു അല്ലെ? ഈ പണ്ട് ബോബനും മോളിലും ടോമസ് വരച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ മടിയാണ്. തിങ്കളാഴ്ച സ്കൂളിൽ പോകാൻ മടിയാണല്ലോ. അപ്പോ മടി പിടിച്ചിരിക്കുമ്പോ ബോബന്റെ അടുത്ത് മോളി പറയുന്നുണ്ട്, ഞാനൊരു ട്രിക്ക് ചെയ്യാം. എന്താ ചെയ്യണ? അടുക്കളയിൽ പോയിട്ടൊരു മീൻ എടുത്തുകൊണ്ടിട്ട് ബോബൻ അങ്ങോട്ട് ഇറങ്ങാൻ നേരത്ത് അപ്പുറത്തൊരു പൂച്ചയുടെ മുമ്പിൽ ഈ മീനിനെ കാണിക്കും. അപ്പം പൂച്ച എന്ത് ചെയ്യും? മീൻ പിടിക്കാൻ വേണ്ടി വട്ടം ചാടും. അത് കറുത്ത പൂച്ചയാണ്. അപ്പൊ അമ്മ പറയും, അന്ന് ഇന്ന് പോകണ്ട, ഇന്ന് സ്കൂളിൽ പോകണ്ട. അപ്പൊ ഇത് എന്താണത്? അതൊരു വിശ്വാസമാണ് ആളുകളുടെ. പിന്നെ ചിലത് കരഞ്ഞാല് പോവില്ല, ചിലത് പിന്നെ പണ്ട് അറബികൾക്കും അങ്ങനെ ഉണ്ടായിരുന്നു. അവര് എന്താണ് പിന്നെ ഒരു സ്ഥലത്തേക്ക് പോകാൻ നേരത്ത് പ്രത്യേക ചില പക്ഷികളുടെ ശബ്ദം കേട്ടാല് അവര് പോകൂലായിരുന്നു. പിന്നെ ആ യാത്ര മുടക്കുമായിരുന്നു അവര്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറഞ്ഞ. ഷുഉം എന്ന് പറഞ്ഞാൽ അതാണ് ദുശകുനം. വാസ്തവത്തിൽ നമ്മള് ഇസ്ലാമിൽ അങ്ങനെ ഒരു സംഗതി ഇല്ല കേട്ടാ. അപ്പൊ ഈ ദുശകുനം ഇവിടെ ശരിക്ക് അതുപോലെ തന്നെ ദുശകുനം ഇടത് ഭാഗത്തെ കുറിക്കുന്നു. ഇപ്പോ പണ്ട് അറബികളുടെ ഒരു ഭാഷാ പ്രയോഗം അനുസരിച്ച് നീ എന്റെ ഇടതുഭാഗത്താണ്, ഒരാളെ ഇടതുഭാഗത്ത് പിടിച്ചിരുത്തിയാല് അതിന്റെ അർത്ഥം അയാള് അവരെക്കാളും താഴെയാണെന്നാണ്. വേറൊരാളെ വലതുഭാഗത്ത് പിടിച്ചിരുത്തിയാൽ ഞാൻ ഇവനെ ആദരിക്കുന്നു എന്നർത്ഥം. മനസ്സിലായോ? റൈറ്റ് സൈഡില് ഇവനെന്റെ റൈറ്റ് ഹാൻഡ് ആണെന്ന് പറയാറില്ലേ ചിലപ്പോഴൊക്കെ? ഇവനെന്റെ വലത്തെ കൈയാണ്, റൈറ്റ് ഹാൻഡ് ആണെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ? ഇവനെന്റെ എല്ലാമാണ് എന്നർത്ഥം. പക്ഷെ ഇടത്തെ കൈയാണെന്ന് പറയൂല. പക്ഷെ ഇടതുഭാഗത്ത് ഇരുത്തിയാൽ അതിന്റെ അർത്ഥം അതൊരു പദവിയിൽ താഴ്ന്ന ആളാണ് എന്നർത്ഥം. അതേ പദം ഇവിടെ ഉപയോഗിച്ചിട്ട് അള്ളാഹു പറയണ് അങ്ങനെ കുറച്ച് ആളുകളുണ്ട്, അസ്ഹാബുൽ മഷ്അമ. അവര് ഇടതുപക്ഷക്കാരാണ്. ഇന്നത്തെ ഇടതുപക്ഷമല്ല കേട്ടോ, ലെഫ്റ്റ് ഫ്രണ്ട് റൈറ്റ് ഫ്രണ്ട് ഒന്നും അല്ലേ പറയണം. അത് വിചാരിച്ചിട്ട് ഇതാക്കണ്ട, അത് വേറെ വിഷയം. ഇന്നത്തെ ഇടതുപക്ഷമൊക്കെ നമ്മൾ വേണമെങ്കിൽ ചിലപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വേറെ മനസ്സിലാക്കാം. അത് രാഷ്ട്രീയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഇപ്പൊ ഇടതുപക്ഷക്കാര് മാ അസ്ഹാബുൽ മഷ്അമ, ആ ഇടതുപക്ഷക്കാരുടെ കാര്യം എങ്ങനെയാ പറയാ? അവരുടെ കഥ എന്താ? അവരുടെ കഥ എന്ന് നമ്മൾ പറയില്ലേ? അവന്റെ കഥ എന്താ? അവന്റെ കഥ എന്ന് പറയില്ലേ? അതുപോലെയാണ് മാ അസ്ഹാബുൽ മഷ്അമ, ഇടതുപക്ഷക്കാരുടെ കാര്യം എങ്ങനെ വർണ്ണിക്കേണ്ടു. അപ്പോ ഇന്നിത്ര നമ്മൾ പഠിക്കണുള്ളൂ. ഒന്നും കൂടെ നിങ്ങൾ അത് നോക്കിക്കോളൂ. എന്നിട്ട് ഞാൻ ആ അർത്ഥത്തിൽ നിങ്ങൾ ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഇതാ വഖഅത്തിൽ വാഖിയ, സംഭവിക്കാനുള്ളത് സംഭവിക്കുമ്പോ. അത് അൽ വാഖിയ എന്ന് പറയുന്നത് അന്ത്യനാളിനെ കുറിച്ചാണ് പറയുന്നത്. ലൈസ ലി വഖഅതിഹാ കാദിബ, ആ സംഭവത്തെ അല്ലെങ്കിൽ ആ വരാനിരിക്കുന്ന ആ സംഭവത്തെ തള്ളിക്കളയുന്നവർ ആരും തന്നെ ഇല്ല. ഖാഫിളത്തുർ റാഫിഅ, അത് എന്തായിരിക്കും? തകിടം മറിക്കുന്ന ഒരു അത്യാഹിതമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഭൂമി ഈ പ്രപഞ്ചത്തെ തന്നെ കീഴായിട്ട് മറിക്കുന്ന ഒരു സംഗതിയായിരിക്കും അത്. ഇതാ റുജ്ജത്തിൽ അർളു റജ്ജ, ഭൂമി ഭയങ്കരമായി കിടുകിട വിറപ്പിക്കപ്പെടും. ഒരു കിടിലം കൊള്ളൽ, ഒരു ശബ്ദത്തോടു കൂടി. റജ്ജ എന്ന് ഞാൻ പറഞ്ഞു, യുസ്മഉ ലഹ സൗത്തുൻ അല്ലെ, തഹറക്കത്ത്, അത് ചലിക്കും. യുസ്മഉ ലഹ സൗത്തുൻ, അതിനൊരു ശബ്ദം അകമ്പടിയായിട്ട് വരുന്ന വിറപ്പിക്കലിനാണ് എന്ത് പറയാ? റജ്ജ എന്ന് പറയാ. ഇതേ വാക്ക് നമ്മൾ ഇതാ സുൽസിലത്തുൽ അർളു സിൽസാലഹ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ? അവിടെയും പ്രകമ്പനം ഉണ്ടാകുന്നതാണ്. പക്ഷെ റുജ്ജ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ശബ്ദം കൂടെ ഉണ്ടാവുന്നതാണ് പറയുന്നത്. അപ്പൊ ബുസ്സത്തിൽ ജിബാലു ബസ്സൻ, പർവ്വതങ്ങള് തരിപ്പണമാക്കപ്പെടും. കാനത്ത് ഹബാഅം മുംബസ, അതെന്തായും ചിതറി വീണ പൊടിപടലം പോലെ ആയിത്തീരും. കുന്തും അസ്വാജൻ സലാസ, നിങ്ങള് 3 വിഭാഗങ്ങളായിട്ട് മാറും. അസ്ഹാബുൽ മൈമനത്തി മാ അസ്ഹാബുൽ മൈമന, വലതുപക്ഷക്കാര്
ആ വലതുപക്ഷക്കാരുടെ അവസ്ഥ എന്തായിരിക്കും, അതിനെക്കുറിച്ച് എന്താ നമുക്ക് പറയാം, അവരുടെ സൗഭാഗ്യത്തെക്കുറിച്ച് എന്താ നമ്മൾ പറയേണ്ടത്, എന്താ വർണ്ണിക്കേണ്ടത്. വസ്ഹാബുൽ മശ്അമതി മാ അസ്ഹാബുൽ മശ്അമ, ഇടതുപക്ഷക്കാര് അവരുടെ ദൗർഭാഗ്യത്തെക്കുറിച്ച് എന്താണ് പറയേണ്ടത്. ഇതാണ് ഇത്രയും ഈ 9 ആയത്ത്. നമ്മളിന്ന് വളരെ കുറച്ചെടുത്തിട്ടുള്ളൂ, അതിനനുസരിച്ച് കൂടുതലായിട്ട് അത് പഠിക്കുക കേട്ടോ. അപ്പൊ പതുക്കെ പതുക്കെ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹിഫ്ളും കൂടി ഇതിനോടൊപ്പം ആക്കി കഴിഞ്ഞാൽ പിന്നെ വളരെ പെട്ടെന്ന് ഈ സൂറത്ത് നമുക്ക് മനഃപ്പാഠമാക്കി പോകാൻ പറ്റും. സൂറത്തുൽ വാഖിയ വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ്. അതുകൊണ്ട് തന്നെ ഈ ആയത്തുകൾ നമ്മൾ അർത്ഥം പഠിക്കുന്നതോടൊപ്പം ഹിഫ്ളും കൂടി ആക്കി പോകണം കേട്ടോ, ഇൻഷാ അല്ലാഹ്.